ചെയ്താലും ആരാധനാലയങ്ങളിൽ എത്രമാത്രം സമയം ചെലവഴിച്ചാലും എത്രയൊക്കെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചെന്നാലും തന്റെ ഭർത്താവിനോട് ചെയ്യേണ്ട 3 കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ മറ്റെന്തൊക്കെ പുണ്യപ്രവൃത്തികൾ ചെയ്താലും അതൊക്കെ പ്രയോജനരഹിതമായി തീരും. അതിലൊന്ന് സ്വന്തം ഭർത്താവിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ആരുടെയും മുന്നിൽ വെച്ച് ഭർത്താവിനെ താഴ്ത്തി കെട്ടാതിരിക്കുക. കാരണം ഭർത്താവിനെ ബഹുമാനിക്കുക എന്നതൊരു ഭാര്യയുടെ കുലീനത്വം സൂചിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് തന്റെ ഭർത്താവിന്റെ വരുമാനത്തിന് വില കൽപ്പിക്കുക. അതിനെ കുറച്ചായാലും കൂടുതലായാലും അതൊക്കെയും ദൈവത്തിന്റെ ദാനം എന്ന് കരുതിയിട്ട് അതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക. മൂന്നാമതായിട്ട് സ്വന്തം ഭർത്താവിനോട് മധുരതരമായി സംസാരിക്കുക. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കാതിരിക്കുക. ഭർത്താവിനോട് ശബ്ദമുയർത്തി സംസാരിക്കാതിരിക്കുക. കാരണം സൗമ്യതയോട് കൂടിയുള്ള സംസാരം ഭവനത്തിന് സമാധാന അന്തരീക്ഷം കൊണ്ടുവരും. ഭർത്താവിന്റെ മുന്നിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നത് അവളുടെ ബലഹീനതയല്ല, അതൊരു കരുത്താണ്. അത് കുടുംബത്തിന്റെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സത്യകരമായ കാര്യം തന്നെയാണ്. പക്ഷെ മക്കളെ, നമ്മൾ പുരുഷന്മാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ, നമുക്കല്ല നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തിരിച്ച് അതുപോലെ അർഹിക്കുന്ന പ്രാധാന്യം